4.25 കൊല്ലമായല്ലോ കൊമ്പ് കെട്ടിയ വക്കീലന്മാർ തലങ്ങും വിലങ്ങും വാദിക്കുന്നു. ഒരു സ്റ്റേ കിട്ടിയില്ലല്ലോ. ഒരു സ്റ്റേ ഇനിയും കിട്ടും. പോയിക്കോളൂ, കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ. ഇനിയും സൗകര്യം ഉണ്ടെന്ന്. കോടതി പൂട്ടിയിട്ടൊന്നുമില്ല. ചെല്ലു, നാളെ മറ്റന്നാൾ ചെന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കോളൂ. അത്രേ പറയാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിയമമാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി യോഗം ചേരുമ്പോൾ തന്നെ പൗരത്വത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച നടന്നതാണ്. ലോകത്തെല്ലാമുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നും അതുപോലെ ലോകത്തെല്ലാമുള്ള സിഖ് ജനവിഭാഗത്തിന് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നുള്ള വാദം വരെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ വന്നതാണ്. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് കൃത്യമായിട്ടൊരു മാനദണ്ഡം, ജനനം, പൈതൃകം, രജിസ്ട്രേഷൻ, ഭൂപരിധിയിലെ താമസം, അതുപോലെ തന്നെ നിയമ നടപടികളിലൂടെയുള്ള പൗരത്വ സ്വീകരണം, ഈ 5 മാർഗങ്ങളിലേക്ക് ഭരണഘടന അംഗീകരിച്ചത്. ഇതിൽ കൂടുതലായി ഒന്ന് കൂട്ടിച്ചേർത്ത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തുന്നു. അതുപോലെ 6 മതത്തിൽപ്പെട്ടവർക്ക് മാത്രം പൗരത്വം എന്ന് പറഞ്ഞ് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്ന സാഹചര്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്.